പോറ്റിയെ കേറ്റി എന്ന പാട്ടിനെതിരെ DGPക്ക് പരാതി. ഭക്തരെ അപമാനിച്ചെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഭക്തിഗാനം വികലമാക്കിയെന്നും ആരോപിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിന്റെ പ്രതികരണം വരുന്നുണ്ട്. ഭക്തിഗാനങ്ങളെ വികലമായി ഉപയോഗിക്കരുത്, ഇതിനെതിരെ കർശന നടപടി വേണമെന്നാണ് രാജു അബ്രഹാം പറഞ്ഞത്. പ്രതികരണത്തിലേക്ക്. ശബരിമല തെരഞ്ഞെടുപ്പിന് ശരണമന്ത്രമാണ്, അയ്യപ്പനെ പറ്റിയുള്ളൊരു ശരണമന്ത്രമാണ് സ്വാമി അയ്യപ്പോ എന്നുള്ള ഒരു ഭക്തിഗാനം. ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ തിരുവാഭരണ സംരക്ഷണ സമിതിയോ തിരുവാഭരണ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംഘടനകളോ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഏത് മതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരഡികൾ പാടില്ല. അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ ഒരു ഇതിനെ തുടർന്ന് വേറൊരു പാരഡി വേറൊരാൾ ഇറക്കിയാലോ? തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഷിജോ കുര്യനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി? ഷിജോ, ഉന്മേഷ, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റിയേ എന്നുള്ള ആ ഒരു പാട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ജെൻസി തലമുറകൾക്കിടയിലും വലിയ തരത്തിൽ തരംഗമായിരിക്കുകയാണ്. അതുപോലെ സംസ്ഥാന സർക്കാരിനെ ആക്ഷേപഹാസ്യത്തിലൂടെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പാട്ടാണ്. അത് UDF നേതൃത്വം ഏറ്റെടുക്കുകയും അത് പലതരത്തിലേക്ക് അത് ഇങ്ങനെ തരംഗമായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ പാട്ട് എഴുതിയത് ശരിയല്ല, ഈ പാട്ട് ഇങ്ങനെ പുറത്ത് പാടി നടക്കുന്നതും ഒരു ശരിയായ രീതിയല്ല, മനോഹരമായിട്ടുള്ള ഭക്തിഗാനത്തെ വികലമായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ ഈ ഭക്തർക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനെ ഇങ്ങനെ പാടി നടക്കാൻ അനുവദിക്കരുത്, അതിനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഭക്തരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അയ്യപ്പൻ്റെ പേരിനോട് ചേർത്തുകൊണ്ട് ഇത്തരത്തിലൊരു പാരഡി ഗാനം എഴുതിയത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രസാദ് കുഴിക്കാല സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഭക്തിഗാനത്തെ വികലമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യം. അതേസമയം CPMന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പറയുന്ന മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഈ പാരഡി ഗാനങ്ങൾ മതപരമായിട്ടുള്ള പാട്ടിനെ പാരഡിയാക്കി മാറ്റുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, അതിനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യവും പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുന്നുണ്ട്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.